ഇന്നലെ വീണ്ടും വന്നോ? ഇവളിതെന്ത് ഭാവിച്ച? 2 ദിവസം മുമ്പാണ് എന്നെ കാണാൻ വന്നത്. അയ്യോ എടാ, അവൾ അവിടെ തന്നെ നിന്നിട്ട് നിന്നെ തന്നെ ഇങ്ങനെ നോക്കുക. അത് അവൾ എന്നെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ കാണാൻ വേണ്ടി ആണ്. എന്നെ മാത്രം കാണാൻ വേണ്ടിയാണ്. എടാ, അവൾ ആ ശ്രീധരൻ്റെ ഭാര്യയല്ലേ? അവളെന്തിനാ നിന്നെ കാണുന്നേ? എടാ, അത് പിന്നെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു പ്രേമുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയിലാണ് അവളിങ്ങനെ വന്ന് നിന്ന് എന്നെ നോക്കുന്നത് കേട്ടാ. പണ്ട് നമ്മൾ മുടിഞ്ഞ പ്രേമായിരുന്നേ. എല്ലടാ, നിങ്ങളിപ്പോൾ ഇത്രയും പ്രായമായില്ലേ, എന്നിട്ട് ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ചേട്ടാ, ഞാൻ വരാം. എനിക്ക് കടയിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. എടോ, നമ്മൾ തമ്മിലുള്ളതൊരു സാധാരണ പ്രേമൊന്നുമല്ല. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. എല്ലടാ, എന്നിട്ട് എന്താടാ നീ അവളെ കെട്ടാതിരുന്നത്? അത് പിന്നെ എനിക്ക് പണ്ടേ ഒരു കോങ്കണ്ണുണ്ടല്ലോ. എല്ലാറ്റിനും കാരണം കോങ്കണ്ണാണ്. എടാ, നിങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രേമല്ലേ? പിന്നെ ഈ കോങ്കണ്ണുണ്ടായതിനെന്താ? ഇല്ലെങ്കിൽ എന്താ? എനിക്ക് കോങ്കണ്ണുണ്ടായത് കൊണ്ട് അവളെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കല്യാണവും നടന്നില്ല. എടാ, അവൾ അവിടെ നിന്നിട്ട് നിന്നെ തന്നെ നോക്കുവാണ്. അവൾ പോവാനുള്ള യാതൊരു ഉദ്ദേശമില്ല കേട്ടാ. നിങ്ങളെൻ്റെ ഭർത്താവല്ലേ, ഞാൻ നിങ്ങളെ ഭാര്യയല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു സംശയം? അല്ലടാ, നിങ്ങൾ തമ്മിലുള്ള പ്രണയം അവളുടെ ഭർത്താവ് അറിയുന്ന എനിക്ക് തോന്നുന്നു. അയാൾക്ക് സംശയമുണ്ട്. അവളിപ്പം അവളെ ഫോണിൽ അവർ ഭർത്താവിനോടാ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പഴയ കാമുകനെ കാണാൻ പോയി. നിങ്ങളോട് ആരാ പറഞ്ഞേ? എടാ, അവർ ഭാര്യ ഭർത്താവും തമ്മിൽ ഭയങ്കര ഉടക്കാന്ന് കണ്ട നോക്ക്. പണ്ട് അങ്ങനെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു, അത് ശരി തന്നെ. ഇപ്പം അങ്ങനെ ഒരു കാമുകൻ എനിക്കില്ല. അതെല്ലാം കഴിഞ്ഞ കഥയല്ലേ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? എടാ, അവൾക്ക് ഇപ്പോൾ നിന്നോട് പ്രേമമൊന്നുമില്ല. അവളെ ഭർത്താവിനോട് ഫോണിൽ പറയുന്നത് കേട്ടോ? നീ കേട്ടില്ലേ? എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്. എന്നെ ഇങ്ങനെ സംശയിക്കണ്ട. എടാ, അവള് പറയുന്നത് പച്ച നുണയാണ്. അവളിവിടെ വന്ന് നിൽക്കുന്നത് എന്നെ കാണാൻ വേണ്ടി മാത്രമാണ്. എടാ, അവൾ അവിടെ വന്ന് നിൽക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവളിവിടെ വരുമ്പോൾ ഞാൻ ഈ മുറ്റത്തിങ്ങനെ വന്ന് നിൽക്കുന്നതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. എനിക്കും അവൾക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യം. എടാ, എന്ത് രഹസ്യം? നീ എന്നോട് പറ. എടാ, നീ എന്നോട് പറ എന്ത് രഹസ്യമാണെന്ന്. ഞാൻ ഒരാളോടും പറയില്ല. അവൾക്ക് എന്നെ കാണണം. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ വീട്ടുമുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നത്. അതൊന്നും പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവൂല കേട്ടാ. നമ്മളെ പ്രണയം സ്കൂൾ മുതലേ ഉള്ളൊരു പ്രണയമാണ്. അത് നീ മനസ്സിലാക്കണം. എടാ, ദേ അതാ അവള് പോകുന്ന. അവള് പോയിട്ടില്ലടാ, അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇന്ന് അവൾക്ക് പ്രേമം മൂത്ത് നിൽക്കുന്ന ദിവസമാണെന്നാ തോന്നുന്നത്. എടാ മതി, നീ ഒരിക്കൽ വന്നേ, വാ പോകാം. എടാ, നീ പോകലടാ. അവള് എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആള് നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ എന്ന്. എടാ, നീ ഒന്ന് വന്നേ. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് എന്താ കാര്യം? എടാ, അവള് പോകാതെ എനിക്ക് വരാൻ പറ്റൂല. ഇന്ന് അവൾക്ക് പ്രേമം മൂത്ത് നിൽക്കുന്ന ദിവസമാണ്. അവൾ എന്നെ കണ്ട് അവൾക്ക് മതിയാകണം. അങ്ങനെ അവൾ പോയാലേ ഞാൻ നിന്റെ കൂടെ വരത്തുള്ളൂ. എന്നെ പ്രേമിച്ചുകൊണ്ടിരുന്ന കാലത്ത് നല്ല മുടിയുണ്ടായിരുന്നു അയാൾക്ക്, നല്ല കട്ടി മീശി. അതൊരു കാലം. എടാ, നീ ആള് കൊള്ളാലോ. നിന്റെ ഭാര്യ അറിയാതെയല്ലേ നീ നിന്റെ കാമുകയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അവളുടെ കാര്യം അങ്ങനെ തന്നെ. അവളുടെ ഭർത്താവ് അറിയാതെയാണ് നിന്നെ കാണാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ മയങ്ങിയിട്ട് ഇവിടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്, അറിയാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. കുറേ നേരമായി അവൾ അവിടെ നിൽക്കുന്നു. ഇത് വല്ലാത്തൊരു പ്രേമം തന്നെ കേട്ടാ. ഇന്നലെ നീ എന്താ വീട്ടിലേക്ക് പോകാത്തെ? നേരെ ഉച്ചയല്ലോ, നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? നീ എന്താ പോകാത്തെ? സാധാരണ ഞാൻ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാറുണ്ട്, പക്ഷെ ഇന്ന് എന്തോ പോവാൻ തോന്നുന്നില്ല. എനിക്ക് എന്നെ സ്നേഹിക്കുന്നൊരു ഭാര്യയുണ്ട്, നിനക്ക് നല്ലൊരു ഭർത്താവുണ്ട് കേട്ടോ. അത് മറക്കണ്ട. നീ ഒന്ന് പോയേ. അതാ പിന്നെയും കണ്ടോ. എന്താ നീ പോകുന്നില്ലേ? ഞാൻ പോയിക്കോളാം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കുറച്ച് അവിടം വരെ വന്നേ. എന്നാ പിന്നെ നടക്ക്. നിന്റെ കൂടെ നടക്കാൻ ഞാൻ വരാഞ്ഞിട്ട് നീ പോകാതിരിക്കണ്ട. എന്നാ പെട്ടെന്ന് വാ, നടക്ക്, വാ. നീ എന്താടോ നിന്നത്? നീ എന്താ നടക്കാത്ത എൻ്റെ കൂടെ? അയച്ചുവിട്ട കോയിനെപ്പോലെ ഇങ്ങനെ നടക്കാനല്ലേ പറഞ്ഞു.
എൻ്റെ കൂടെ സാവധാനം നടക്കാനാണ്. നടക്ക് മനുഷ്യ.